അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ ടീ എടുക്കാനായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കയറാനാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കയറിയാലാ? അപ്പോൾ നമുക്ക് ഇരുന്ന് പഠിക്കാം. ഇന്നലെ തിരുവനന്തപുരം പോയാ അല്ല നമുക്ക് വിളിക്കാം. എനിക്ക് നല്ല പേടിയുണ്ട്, സത്യമായിട്ടൊക്കെ പേടിയുണ്ട്. 3 ആഴ്ചയോളമായി നമ്മളിപ്പോൾ ടീ എടുത്തിട്ട്. അപ്പോൾ അതോളം നമുക്ക് ടെൻഷനുണ്ട്. ഇവിടെ നമുക്കില്ലേ ഇതുണ്ടാ, ഇവിടെ മഞ്ചാടിയുടെ മരമുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മഞ്ചാടി പെറുക്കി കൊണ്ടുപോകും. എനിക്ക് റൂട്ടിൽ ഓടിക്കാൻ ഇത്രയും വിഷയമില്ല. ഞാൻ ഓടിക്കും, പക്ഷേ ടീ എടുക്കുന്നതിന് ഭയങ്കര ആദ്യം കാല് കൊടുത്തിട്ട് വേറെ വല് മാറ്റും. അതെനിക്ക് പറഞ്ഞു തന്നായിരുന്നു. വണ്ടി എടുക്കാൻ നീ വണ്ടി എടുക്കണതിന് മുമ്പ് കാല് ചിരി ചവിട്ടി പിടിച്ച വണ്ടിയുടെ വേറെ വല് മാറും. എന്നിട്ട് നീ ക്ലച്ച് വിട്ട വണ്ടി വെക്കോളൂ. അത് ശരിയാണ്, അത് ഓക്കെ. പക്ഷെ ഇത് ഈ ഓരോ കമ്പനി കത്താതേക്ക് ഇങ്ങനെ എടുക്കലാണ് പറഞ്ഞു. ഞാൻ തെറ്റാ പഠിക്കണ്ടേ? പഠിച്ചാൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെയല്ലേ നമുക്ക് അറിയുന്നത്? ഇവിടെ തന്നെ കുറച്ചുകൂടി പോവാല. സിമ്പിള്. ഞാൻ വന്ന 2 പ്രാവശ്യം ഞാൻ കമ്പി തട്ടി താഴെയിട്ട്. കമ്പിയൊക്കെ തട്ടി താഴെയിട്ടേ പഠിക്കോളൂ. പോയായിരുന്നു വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും എന്റെ ചളി. ആ ഈ പെൻഡ്രൈവും കമ്പ്യൂട്ടറൊന്നും മേടിച്ച് സമയങ്ങളുണ്ടല്ലോ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാ മതി. പിന്നെ കാണാനേ. പിന്നെ കാണാം. ശരിയാണ്, നിങ്ങൾക്കും കാണാൻ കളിയാക്കാം. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റൂലല്ലോ. എനിക്കിത് എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറയാം എവിടെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ. ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസും പോസ്റ്റൊക്കെ ഇട്ടേക്കുന്നത് കുറേ പേർ
SRTC പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ പ്ലേസ്മെന്റും വാഗ്ദാനങ്ങളും ഒന്നുമില്ല. സ്വന്തം റിസ്ക് തന്നെ തേടി പിടിച്ച് പഠിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞു തരും, പിന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പറഞ്ഞു തരും. പക്ഷെ എന്നാലും നമ്മൾ തന്നെ നമുക്കും കൂടെ നമ്മുടെയും കൂടെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എല്ലാം കണ്ടും കേട്ടും പഠിക്കണം. പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോൾ എങ്ങനെ പോകണം, ഹെവി വാഹനങ്ങൾ ഏത് സൈഡിൽ കൂടെ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. ഒരു ഹെവി വാഹനം ഓടിക്കുന്ന ആൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ഇതോടെ ഇതായിരിക്കണം. ലിൻസിയാണ് മെയിനേര വഴക്കേക്കല്ല. ഇവിടെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട്. ആ ചേച്ചീനെ ഇന്ന് ഞാൻ കണ്ടില്ല, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ്. പക്ഷെ ആ ചേച്ചി എന്നെക്കാളും നന്നായിട്ട് എടുക്കുന്നുണ്ട്. ആശ വന്നതേ എന്താണ് നിന്നെ പോലെ തന്നെ വന്നതാണ്. ആകെ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ അവള് പഠിച്ചത്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ടീം മാത്രമേ എനിക്ക് പേടിയുള്ളൂ. റോഡ് ടെസ്റ്റ് റോഡിൽ പിന്നെയും കുഴപ്പമില്ല. KSRTC ഓടിക്കാൻ വേണം. KSRTC ഓടിക്കാൻ വേണം. ഇതൊക്കെ എപ്പോഴും ഉപകാരപ്പെടണേന്ന് പറയാൻ പറ്റേ. ലോകം ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണോണ്ടിട്ട് എപ്പോഴാണ് നമുക്കൊക്കെ ഒരു അവസ്ഥകൾ തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ അതൊക്കെ വേണ്ടി വരുമായിരിക്കും. നമ്മളുടെ കാലത്ത് വെച്ച് നമ്മ പഠിക്കണ വണ്ടിയൊക്കെ കുറച്ചാൾ അതിന് ഇല്ലാണ്ടാവും. അല്ലേ, ഓട്ടോമാറ്റിക് വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്ന് ഡ്രൈവർ ഇല്ലാത്ത വണ്ടികൾ ഓടും. അതും വന്നല്ല മറ്റേ B6 മറ്റേ എന്താണ് എന്താ അതെ, ആളില്ലാതെ നമുക്ക് ഓട്ടോ പാർക്കിംഗ് ഉണ്ടല്ലോ. ഇനിയിപ്പോ നമ്മള് ബാക്കിൽ ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ വണ്ടി ഓടിച്ചോളൂ. ഇവിടെ നമ്മളൊരു 3 പ്രാവശ്യം നമ്മൾ ടീ എടുക്കണം. റോഡിൽ നമ്മൾ ഒരു റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ ഓടിച്ച് തന്നെ. നമുക്ക് ഇവിടെ തന്നെയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അതൊന്നും കുഴപ്പമില്ല തോന്നുന്നു. എടാ അവനൊക്കെ എങ്ങനെയാണ് എടുത്തത് യൂണിസൊക്കെ? ഞാൻ അവന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അവന് മീൻസ് എന്താണ് ലോറി ഓടിക്കണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ കയറിയപ്പോഴാണ് എനിക്കൊരു ചൂട് വന്നത്. നമുക്ക് പഠിക്കണം കയറണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ വന്ന് ഇവിടെ എടുത്തത്. എന്നെ ഇൻസ്പയർ ആയിട്ട് വേറൊരു പീസും കൂടെ കയറിയിട്ടുണ്ട്. ആരാ? ജോയായിരുന്നു. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ ഇൻസ്പിറേഷൻ നമ്മളുണ്ടാക്കണം. അപ്പോഴേ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവർക്ക് വാങ്ങാം. പിന്നെ ഞങ്ങൾ എനിക്ക് പയ്യെ മതി അതൊക്കെ. എനിക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. പയ്യെ ആദ്യം ഒരു ടൂറിസ്റ്റ് ബസ് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു KSRTC അതൊക്കെ നമുക്ക് തരുമല്ലോ. അങ്ങനെയല്ല, നമ്മളുടെ കാര്യം ആഗ്രഹം ഉണ്ടാവും. വേറെ ആര് വന്നാലും നമുക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ആശാൻ വന്നു കഴിഞ്ഞ് ആശാൻ വണ്ടിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഫ്രീ ഓഫ് മൈൻഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വഴക്കും പറയും, കളിയാക്കുകയും ചെയ്യും, പിന്നെന്താണ് കാര്യങ്ങളും പറഞ്ഞു. ഹലോ, ഇവിടെ MJ കോട്ടേജിന്റെ അവിടെ നീ എവിടെ? ഒന്നിങ്ങാട്ടേക്ക് ആരാ? എനിക്കൊരു പരിപാടി ഉണ്ടോ, ഞാൻ വൈകിട്ടെത്തോളൂ. പറവൂര് ഓക്കെ. ചേട്ടന് ആദ്യത്തെ ക്ലാസ് ആണ്. പഴം പോലെ എടുത്തിട്ട് മൂന്നാമത്തെ ക്ലാസ് ആയിട്ട്. മൂന്നാണോ രണ്ടാണോ മൂന്നാണോ? എത്രാമത്തേണ്? എന്റെ മൂന്നാമത്തെ ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ് എന്റെ. എന്നിട്ട് എനിക്ക് പേടിയാണ്. ടെസ്റ്റ് വന്നുകൊണ്ട് ഗ്യാപ്പ് വന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ലൈസൻസിന്റെ ടൈം ലൈസൻസ് കിട്ടിയാന്
തുമ്മണോന്ന് എടുത്തോക്കില്ലേ ഈ കുടിയുടെ തോന്നും. ഇവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. ശരിയാണ്. ഇനി വരുമ്പോ ഇത് കാണാം. ചിലപ്പോ വൈകിട്ട് തന്നെ കോള് വരും, ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ, കൂട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കുന്നു. അതെങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കാനെ വിളിക്കും, എന്തിനാന്നറിയോ? അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് കളിയാക്കും. പറയണവര് പറയട്ടെ എന്ന് വിചാരിച്ചു വേണം എല്ലാ കാര്യം നോക്കാൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം. അതിപ്പോ അതെന്താന്നറിയാം, ഞാൻ പറഞ്ഞിട്ടെ, നമ്മൾ എന്താണ് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യത്തില്ലേ, അപ്പം അത് അവർക്ക് ഭയങ്കര ജലസ് ഉണ്ടാക്കും. അപ്പം നമ്മളെ തളർത്താൻ നോക്കും. ഇപ്പം ഞാൻ തന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ എന്തോരം ആൾക്കാരെ കളിയാക്കിയതില്ലേ. ഇപ്പോഴും പല ആൾക്കാരും നമ്മളുടെ തുമ്പും പാലും ഒന്നും അറിയാതെ നമ്മൾ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു. പറയണവരവിടെ കിടന്ന് പറയും, കുറ്റമാണെന്ന പറയണവരവിടെ കിടന്ന് പറയും. നമ്മളത് മൈൻഡാക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഈ നാട്ടിൽ എന്തിനൊക്കെ ലൈസൻസ് എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ എടുക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തെടുക്കാൻ. ഇത് ട്രെയിലർ. അത് ഇതിനേക്കാളും സിമ്പിൾ എന്നൊക്കെ പറയണ്ട, അത് ഓടിക്കട്ടെ. എന്റെ അട്ട താഴെ വീണു. എന്റെ വീഡിയോ എടുക്കണോട്ടോ. ഞാൻ വൈറലാക്കും. എനിക്ക് ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ വൈറലാക്കണ ഭയങ്കര ഇഷ്ടമാണ്. മാറ്റണം മാത്രല്ല, കാല് പയ്യെ എസ്കലേറ്ററിൽ കൊടുക്കണം. സിമ്പിളാണ് ചേച്ചി. ഇതിപ്പോ നേരെ കുറച്ച് കാറാണെങ്കിലല്ല ഞാൻ ദൈവം സിമ്പിളായിട്ട് റോട്ടില് കേരളത്തിലെ റോട്ടിൽ അർമാദിക്കാനുള്ളതാണ് ഇതൊക്കെ. ഇതൊന്നും ഒന്നുമല്ല, ഇനി അർമാദിക്കാൻ വേറെ കിടക്കാണ്. ഈ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി. എല്ലാരും ഇങ്ങനെ ബാക്കിലോട്ട് നോക്കിക്കണുണ്ട്, സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മതി. ഇന്നലെ നിന്റെ വീഡിയോന്റെ താഴെ ഏതൊരു വാഴ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായി എന്നെ പറ്റി. ഒരു 5-6 വീഡിയോ ഇടുമെന്ന് പറയും. 5-6 വീഡിയോ ഇട്ടാൽ 5-6 വീഡിയോ ഇടുമ്പോഴാണ്
ഞാൻ മൈൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ എനിക്ക് അതുപോലുള്ള വാഴകൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കാശ് കിട്ടണത്. ഇവന്മാർപ്പല ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുമ്പോഴാണ് എന്റെ കാര്യങ്ങൾ നടപടിയാവണത്. എനിക്കങ്ങനത്തെ സീനൊന്നുമില്ല. നീ തിരിച്ചെന്തിനാ റിപ്ലൈ കൊടുത്തോ? ഞാൻ അങ്ങനത്തെ റിപ്ലൈ കൊടുക്കാറൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ളത് കമന്റ് ഇടാൻ വേണ്ടി നമുക്ക് കമന്റ് ബോക്സ് ഓൺ ആക്കിയേക്കണം. അപ്പൊ അവര് വന്നിങ്ങനെ കമന്റ് ഇട്ടിട്ട് പോയിക്കോട്ടെ. നമ്മളതിന് തിരിച്ചൊന്നും കൊടുക്കണം. അവർക്ക് പറയാനുള്ളവർ പറയും, അത് നമുക്ക് കേൾക്കുക. വേണമെങ്കിൽ 2 കയ്യടിയാ എന്തെങ്കിലും സിമ്പലാ കൊടുത്താൽ മതി. തിരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോയാലേ അതിന് നേരം ഉണ്ടാവുള്ളൂ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. വരാനുള്ളതൊക്കെ വന്നു പോകും. ഇപ്പൊ നിന്റെ ഫേസ്ബുക്ക് ഇപ്പൊ ഓണാകത്തോണ്ടല്ലേ, ഫേസ്ബുക്കിലേക്കാണ് നിന്റെ പേജ് പോണെങ്കിലേ നീ ഇതൊന്നുമല്ല. ഇപ്പൊ ന്യൂജൻ വാഴകളായ പിള്ളേരാണ് കമന്റ് ചെയ്യണത്. അവര് വീട്ടിൽ എന്തെടുക്കണേ? വെറുതെ ഇരിക്കുന്നു. നീ എന്തെടുക്കണേ? ഇൻസി മാസം 2 ലക്ഷം രൂപ ഉണ്ടാക്കിയാലാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ. റേസിന് ഇറങ്ങണം, ട്രാക്കിലിറങ്ങണം, കാറും റേസിനിറങ്ങണം, ബൈക്ക് മോട്ടോർ ക്രോസിലും ഇറങ്ങണം. ഇതിനൊക്കെ സ്പോൺസർഷിപ്പ് ആരും തരുകയൊന്നുമില്ല. നീ തന്നെ പണിയെടുത്തുണ്ടാക്കിയാലാണ്. തിരിച്ച് എന്തെങ്കിലും വൈറലാക്കാനുള്ള കണ്ടന്റ് പിടിക്കട്ടെ, എയറിലിരിക്കുക. എന്നാലാണ് ഇനി ആരെങ്കിലൊക്കെ ഒന്ന് വൈറലാക്കി തരുള്ളൂ. ബാക്കി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോ വൈറലാകുമ്പോ ബാക്കിയെല്ലാ വീഡിയോ കയറിക്കോളും. അടുത്തതായി ലിൻസിയുടെ പ്രയാണം. ഞാൻ എന്തായാലും എനിക്ക് വൈറലാവാനുള്ള കണ്ടിട്ടാണ് നീ വേണ്ടത്. മറന്നുപോയി. ആദ്യം ആക്സിലേറ്റർ കൊടുക്കൂ.
എന്റെ ഫോണുണ്ട് ആൾക്കല്ലേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള? സത്യം പറഞ്ഞാ ഞാൻ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ, ഞാൻ അത്രയും പേടിച്ചിരുന്ന ശേഷമാണ്. പക്ഷെ ഒന്ന് ഞാൻ അടിപൊളിയായിട്ട് എടുത്തു. ഞാൻ ഇല്ലേ നീ ആക്സിലേറ്റർ കുറച്ച് ചവിട്ടി പിടിച്ചാ വിറവല് വേറും അന്നാ വണ്ടി. അല്ല, ഞാനത് ആശാൻ ഇങ്ങനെ ഓരോ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ ഞാനിങ്ങനെ കേട്ടിരുന്നു. ഞാൻ സത്യമായിട്ടും ഞാൻ നന്നായിട്ട് എടുത്തില്ലേ. ഇല്ലേ അയ്യോ എനിക്ക് വൈകി. ഞാൻ തന്നെയാണ് ഇല്ല, ഞാൻ സെറ്റപ്പ് ആയിട്ട്. എന്നാ ഈ ആഴ്ച ടെസ്റ്റ് എടുക്കാം. അപ്പൊ എനിക്ക് തമ്മിലിടാം ടെസ്റ്റ് പൊട്ടി. ഇല്ല, ഒരു ടീം കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക് ഉറപ്പായിട്ടും. ഇപ്പൊ നീ ഓക്കെ ലിൻസി, ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കൊന്നും കൂടെ എനിക്ക് എന്റെ മനസ്സിനൊരു തൃപ്തി വേണ്ടേ. ഓ ടാസ്ക് ദേ എനിക്ക് വർക്കുണ്ട്, ഞാൻ പോട്ടെ. ഞാൻ വീട്ടിൽ പോട്ടെ. പോയേടി ഒന്ന്, അത് പിന്നെ വരം പറക്കാം. മൊത്തമേ നോക്കത് താഴെ കാണിച്ചു കൊടുക്കവർക്ക്. കണ്ട് ഇവിടെ മൊത്തം ഫ്രഷ് മഞ്ചാടിക്കൂല. പോവാ. നമുക്ക് പോകാം. ഇനി അടുത്ത നമുക്ക് മറ്റേ റോഡ് ടെസ്റ്റിന് കാണാം.